ഇന്നിപ്പോൾ നമ്മൾ പച്ചത്തുരുത്തിൽ ഇന്ന് നല്ല മഴയാണ്. എന്നാലും നമ്മളെ മുളക് തൈകളൊക്കെ ഇത് പല നിറത്തിലുള്ള മുളകുകളാണ്. ഇതൊക്കെ ഇങ്ങനെ വിത്ത് കുഴിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ചെടിയാണ്. ഇതിലാണ് നമ്മൾ വഴുതന കുഴിച്ചിടാറ്. വഴുതന ആകുമ്പോൾ കുറച്ച് കല്ലും മണലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി നിൽക്കും. ഇത് പിന്നെ ഒരു പ്രത്യേക ചെടിയാണ്. ഇതിന്മേൽ ഒരു പൈനാപ്പിളൊക്കെ ഉണ്ടാവും, ചെറിയ പൈനാപ്പിള്. പിന്നെ നമ്മുടെ വെണ്ടക്ക നാരകം വെണ്ടക്ക ഉണ്ടോ? നല്ല പഴുത്തൊക്കെയല്ല, നല്ല പച്ചപ്പില്ല വെണ്ടക്ക. ഇങ്ങനത്തെ ഒരു 4 തൈ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെണ്ടക്ക മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും ഉണ്ടാവും ഒരു 4 വെണ്ട 5 വെണ്ടയുമേ. അതേമാതിരി ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ പൂത്ത് ഉഷാറായി വരികയാണ്. ഇതുപോലെ ഇതിൻ്റെ വലിയൊരു വെണ്ട തൈയാണ്. ഞാൻ 4 5 ഒക്കെ കുഴിച്ചിട്ടേ ഉള്ളൂ. ഇത് തോനെ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെയാണ്. ഇതിനിപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നമ്മളെ ബംഗാളി ചീരയാണ്. ഇത് മറ്റേ വേറുള്ളൊരു ചീര. പിന്നെ മഞ്ഞളിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. കാട് കെട്ടിക്കണു. ഇനി ഇപ്പോൾ ശരിയാക്കിയിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഇത് വെള്ള ചെമ്പരത്തിയാണ്. ഇത് കുളിക്കണതിൻ്റെ മുമ്പൊക്കെ എന്താണോ നല്ലോണം താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന് തോനെ പ്ലേസ് ഒന്നും ഇവിടെ ഇല്ല കുഴിച്ചിടാൻ, ആ കുറച്ചേ ഉള്ളൂ. പിന്നെ പപ്പായ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ പയർ കുഴിച്ചിട്ടിരിക്കുകയാണ്. പയർ അത് പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം എന്താണോ, ഇന്നിപ്പോൾ ടൈമില്ല, അതുകൊണ്ടാണ്.